ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. SSLC പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 99.68% വിജയം. ഉപരിപഠനത്തിന് 35,448 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരികുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. SSLC പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 99.68% വിജയം. ഉപരിപഠനത്തിന് 35,448 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. പരീക്ഷ എഴുതിയത് 35,561 വിദ്യാർത്ഥികളാണ്. 17,945 ആൺകുട്ടികളും 17,503 പെൺകുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി. 2013 ആൺകുട്ടികൾക്കും 4,086 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 6,999 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ ആകെ പരീക്ഷ എഴുതിയത് 10,719 വിദ്യാർത്ഥികൾ. ഉപരിപഠന യോഗ്യത നേടിയത് 10,712 പേർ. 5,322 ആൺകുട്ടികളിൽ 5,315 പേർ വിജയിച്ചു. പരീക്ഷ എഴുതിയ 5,397 പെൺകുട്ടികളും ഉപരിപഠനത്തിന് യോഗ്യരായി. വിജയശതമാനം 99.93. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ 788 ആൺകുട്ടികൾക്കും 1,496 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 2,284 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. ചാവക്കാട് ആകെ പരീക്ഷ എഴുതിയത് 14,974 വിദ്യാർത്ഥികൾ. ഉപരിപഠന യോഗ്യത നേടിയത് 14,897 പേർ. 7,791 ആൺകുട്ടികളിൽ 7,736 പേർ വിജയിച്ചു. പരീക്ഷ എഴുതിയ 7,183 പെൺകുട്ടികളിൽ 7,161 പേർ ഉപരിപഠനത്തിന് അർഹരായി. വിജയശതമാനം 99.49. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 617 ആൺകുട്ടികൾക്കും 1,309 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 1,926 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ആകെ പരീക്ഷ എഴുതിയത് 9,868 വിദ്യാർത്ഥികൾ. ഉപരിപഠന യോഗ്യത നേടിയത് 9,839 പേർ. 4,919 ആൺകുട്ടികളിൽ 4,894 പേർ വിജയിച്ചു. 4,949 പെൺകുട്ടികളിൽ 4,945 പേർ ഉപരിപഠനത്തിന് അർഹരായി. വിജയശതമാനം 99.71. ഇവിടെ 608 ആൺകുട്ടികൾക്കും 1,281 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 1,889 പേർക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളിൽ 59 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി. 98.33% വിജയം. ഒരു വിദ്യാർത്ഥിക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ചു. 13ാം വർഷവും ഐരാണിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ 100% വിജയം നേടി. പരീക്ഷ എഴുതിയ 24 വിദ്യാർത്ഥികളിൽ 6 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 541 പേരും വിജയിച്ചു. 99 പേർക്ക് ഫുൾ A+ ലഭിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 500 പേരും വിജയിച്ചു. 55 പേർക്കാണ് ഫുൾ A+. മതിലകം OLFGH സ്കൂളിൽ പരീക്ഷ എഴുതിയ 201 പേരും വിജയിച്ചു. 70 പേർ ഫുൾ A+ നേടി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 57 പേരും വിജയിച്ചു. 4 പേർ ഫുൾ A+ നേടി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 54 പേരും വിജയിച്ചു. 10 പേർ ഫുൾ A+ നേടി. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 56 പേരും വിജയിച്ചു. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ പരീക്ഷ എഴുതിയ 197 പേരിൽ 196 പേരും വിജയിച്ചു. വിജയശതമാനം 99.49. ഫുൾ A+ 40 പേർക്ക് ലഭിച്ചു. പെരിഞ്ഞനം RMVH സ്കൂളിൽ പരീക്ഷ എഴുതിയ 185 പേരിൽ 184 പേരും വിജയിച്ചു. 99.46 വിജയശതമാനം. 20 പേർക്കാണ് ഫുൾ A+ ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരികുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി. സന്തോഷിന്റെ സഹോദരി ഷീബ, സുഹൃത്ത് പുത്തൂർ പൊന്നൂക്കര കണ്ണമ്പുഴ വീട്ടിൽ 49 വയസ്സുള്ള സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നു കിടപ്പായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്.
സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ, സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാനൊരുങ്ങിയപ്പോൾ ഷീബയും സെബാസ്റ്റ്യനും അത് വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യന് കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പുരോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി. സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും സെബാസ്റ്റ്യനും കഴിഞ്ഞിരുന്നത്. പ്രതിയെ നെടുമ്പാളിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പുതുക്കാട് SHO വി സജീഷ് കുമാർ, SIമാരായ സുധീഷ് കുമാർ, വിനോദ്, കൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ASI KK വിശ്വനാഥൻ, ഗ്രേഡ് CPOമാരായ ഷഫീഖ്, അജി, സജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, പുതുക്കാട്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തിച്ച് വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവശ്യക്കാർക്ക് സൗജന്യമായാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്നത്. ദുബൈ ആസ ഗ്രൂപ്പ് CMDയും വലപ്പാട് CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹിന്റെ നേതൃത്വത്തിലാണ് സേവനം. പിതാവ് CP മുഹമ്മദ് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാതൃക കണ്ടു പഠിച്ചാണ് CP സാലിഹും ഈ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം. പിന്നീടത് ജില്ല മുഴുവനായി. കണ്ടും കേട്ടും അറിഞ്ഞവർക്ക് പിന്നീട് CP ട്രസ്റ്റ് തന്നെയായി ആശ്രയം. തൃശൂർ ജില്ലയിൽ നിന്നും കുടിവെള്ള വിതരണം ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല. ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് CP ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം. അവിടെ വെള്ളം എത്തിയിരിക്കും. വലപ്പാട്ടെ വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കുടിവെള്ളമാണ്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന ജില്ല എന്നില്ല. ശരിക്കും പറഞ്ഞാൽ കർണാടക ബോർഡറിൽ, അതായത് വയനാട് ജില്ലയിൽ മുള്ളംകൊല്ലി പഞ്ചായത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊല്ലവും കോട്ടയവും ആലപ്പുഴയും എറണാകുളവും അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട്. തൃശ്ശൂർ പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളായി വെള്ളം എത്തിക്കുന്നതും CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വിതരണം രാത്രി വരെ നീളും. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയറുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു വരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് CP ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. ഏതായാലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരിറ്റു കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവർക്ക് CP ട്രസ്റ്റിന്റെ ഈ കുടിവെള്ള വിതരണ വാഹനങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ജലസ്രോതസ്സുകൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചന്ദ്രാപിന്നിയിൽ പരമ്പരാഗത കുളം വെട്ടും മീൻപിടുത്തവും നാട്ടുകാർക്ക് കൗതുകവും ഒപ്പം ആവേശവും പകർന്നു. വർഷങ്ങൾ പഴക്കമുള്ള ചന്ദ്രാപിന്നി കൂട്ടാരക്കുളമാണ് മെഷീൻ വെച്ച് വെള്ളം വറ്റിച്ച് വൃത്തിയാക്കി മത്സ്യവിളവെടുപ്പ് നടത്തിയത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു കുളം വെട്ട് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ 24 സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളം ചന്ദ്രാപിന്നിയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്. കടുത്ത വേനലായാൽ പോലും നിറയെ വെള്ളമുള്ള ഈ കുളം എല്ലാ വർഷവും വെട്ടി വൃത്തിയാക്കാറുണ്ട്. കുളം വെട്ട് കാണുന്നതിന് വൻ ജനക്കൂട്ടം തന്നെ എത്താറുമുണ്ട്. കാളക്കൊടുവത്ത് ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയാണ് ഇക്കുറി വിളവെടുത്തത്. നാടൻ വരാൽ, തിലോപ്പിയ, നട്ടർ, രോഹു തുടങ്ങിയ ഇനങ്ങളാണ് വിളവെടുത്തത്. 1 ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചെലവാക്കിയെന്ന് ബാബുരാജ് പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. കയ്പമംഗലം പുത്തൂര് വിഷ്ണുമായ കാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിനകത്തെ സ്റ്റോർ മുറി കുത്തി തുറന്ന മോഷ്ടാക്കൾ 6 വിളക്കുകൾ ഇവിടെ നിന്നും മോഷ്ടിച്ചു. ഇന്നലെ രാത്രി 6 മണിയോടെ വിളക്ക് വയ്ക്കാനെത്തിയപ്പോഴാണ് വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. പുറത്ത് ഭണ്ഡാരങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭാരവാഹികൾ കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
മാള കാട്ടിക്കരക്കുന്നിൽ പാടത്ത് അഗ്നിബാധ. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കാട്ടിക്കരക്കുന്ന് പുഞ്ചപ്പാടത്താണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ ഉണക്കപ്പുല്ലിനും പച്ചപ്പുല്ലിനും തീപിടിച്ചു. കാറ്റുള്ളതിനാൽ തീ പടർന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പുതുക്കാട് പ്രജ്യോതി കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലത്ത് തീ പടർന്നു. ചൊവ്വാഴ്ച രാത്രി 10:30 തീ പടർന്നത്. പ്രജ്യോതി കോളേജിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും പറമ്പിലുമാണ് തീപിടിച്ചത്. അടിക്കാടുകളിൽ പടർന്ന തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. വലിയ മരങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. താഴ്ന്ന ഭാഗത്തുള്ള വീട്ടുപറമ്പുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടമൊഴിവായി. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെണ്ടൂർ ചുങ്കം കുറ്റിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. രാവിലെ കാട്ടുപന്നികൾ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ട വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗം ജോസി ജോണിയുടെയും ഫോറസ്റ്റ് അധികൃതരുടെയും നേതൃത്വത്തിൽ കാട്ടുപന്നികളെ കിണറ്റിലിട്ട് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. കരയ്ക്ക് കയറ്റിയ പന്നികളെ ഫിനോയിലും ഡീസലും ഒഴിച്ച് കുഴിച്ചുമൂടി. ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ EV ബാബു, KR രതീഷ്, ജുസ്ന കാഞ്ഞിരത്തിങ്കൽ, വാച്ചർമാരായ MK രതീഷ്, KB ബൈജു, AV സുനിൽകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസികാസ്വാസ്ഥ്യമുള്ള വയോധികയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. പഴയില്ലത്ത് വീട്ടിൽ 64 വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. വിജയലക്ഷ്മിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട വിജയലക്ഷ്മി തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അയൽവാസികളായ 4 അംഗ സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. അതിമാരക മയക്കുമരുന്നായ യെല്ലോ മെത്തുമായി ചേർപ്പിൽ 2 യുവാക്കൾ പിടിയിൽ. വല്ലച്ചിറ സ്വദേശി അക്ഷയ്, അനിൽകുമാർ, ചാലക്കുടി പരിയാരം സ്വദേശി അതുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. 5 ഗ്രാം യെല്ലോ മെത്താംഫിറ്റമിൻ ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും ചേർപ്പ് എക്സൈസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് നേതാവ് മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ടി എ ഗിരീഷ് കുമാറിന് അനുസ്മരണം നടത്തി. ഗിരീഷ് കുമാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ES സാബു അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി TM നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് VM മൊയ്തീൻ, സുനിൽ P മേനോൻ, P നിലീപ്, മായ രാമചന്ദ്രൻ, റസിയ, അബു VA നദീർ, AA മുസ്മീർ, സേവ്യർ പങ്കെടുത്ത് എന്നിവർ സംസാരിച്ചു. KP സുനിൽകുമാർ, VM ജോണി, സനിൽ സത്യൻ, സുനിൽ കളരിക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക സഹകരണത്തോടെ മതിലകം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര കാർഷിക വികസന പദ്ധതിക്ക് തുടക്കമായി. 3 ലക്ഷം കുറുന്തോട്ടി തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഔഷധ സസ്യകൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം ടൈസൺ MLA നിർവഹിച്ചു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സുജന പാൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, അംഗങ്ങളായ OA ജൻറിൻ, KK സഗീർ, പ്രിയ ഹരിലാൽ, പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, ഹേമലത ഗോപാൽ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നവോത്ഥാനയിൽ ഹജ്ജ് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ഈ വർഷം മേഖലയിൽ നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അവസരം ലഭിച്ചവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന ട്രസ്റ്റ് കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ K അബ്ദുൾ ഹസീബ് മദനി ഹജ്ജ് സന്ദേശം നൽകി. നവോത്ഥാന മസ്ജിദ് ഖത്തീബ് KK സൈദു, PA ജമാൽ, PK അബ്ദുൾ മജീദ്, KA സമദ് എന്നിവർ സംസാരിച്ചു. മാള അരവിന്ദിന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അരവിന്ദ സ്മരണ 2024 സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. EP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത്, PU വിൽസൺ, പോളി പള്ളിപ്പാട്ടെ, കിഷോർ അരവിന്ദ്, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ രാജു ഡേവിസ് പരേപ്പാടൻ, ജനറൽ കൺവീനർ ഷാൻഡി ജോസഫ് തട്ടകത്ത്, ട്രഷറർ കിഷോർ അരവിന്ദ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ്, സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി, റിവർ ബാങ്ക് നഗരസഭ വാർഡ് 18 എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക മാതൃദിനാചരണം സംഘടിപ്പിച്ചു. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ സംഘടിപ്പിച്ച പരിപാടി കോഴിക്കോട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജ് V ഗീത ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ വിജയ് ജോജി മുഖ്യാതിഥിയായിരുന്നു. മുതിർന്ന അമ്മമാരെ യോഗത്തിൽ ആദരിച്ചു. സിസ്റ്റർ ഫിൻസി ജോസഫ്, CD ഡെൻസി, അഞ്ജന ജോയ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഫാസ്റ്റ് നൃത്തസംഗീത വിദ്യാലയം 36ാം വാർഷികാഘോഷവും പ്രഥമ പനമ്പിള്ളി രാഘവ മേനോൻ സ്മാരക പുരസ്കാര സമർപ്പണവും
മെയ് 11 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ ചീഫ് സെക്രട്ടറി, മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ IAS ആണ് പ്രഥമ പനമ്പിള്ളി രാഘവ മേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, സുന്ദരദാസ് അന്നമനട, ബാബുരാജ് C ശശിധരൻ, സുരേഷ് UG മേനോൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പരിയാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. DCC സെക്രട്ടറി PK ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, PP പോളി, പ്രിൻസ് മുണ്ടൻമാണി, റാഫി കല്ലുവാലത്തിങ്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജി വർഗീസ്, യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ ഡേവിസ്, പഞ്ചായത്തുകളായ ഡാർലി പോൾസൺ, ഡാലി വർഗീസ്, ഡെന്നി ആന്റണി, ജോസ് പടിഞ്ഞാറക്കര, ജോയ് കുറ്റിപ്പുഴ, റീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. 40,000-ഓളം പുസ്തകങ്ങളും 1000-ഓളം അംഗങ്ങളുമായി 115 വർഷം പിന്നിട്ട പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിൻ്റെ സർവകലാശാലയാണെന്ന് തൃശൂർ MP TN പ്രതാപൻ പറഞ്ഞു. ആനാപ്പുഴയിൽ അക്ഷരശ്രീ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷനായ സമ്മേളനത്തിൽ ഡോക്ടർ KJ ഹുസൈൻ, വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, NH സാംസൺ, ബക്കർമേത്തല സെബാസ്റ്റ്യൻ, അക്ഷയ് K ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അക്ഷരശ്രീ സമർപ്പണം നടത്തിയ 41 പേരെയും ചടങ്ങിൽ ആദരിച്ചു. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷ വിഭാഗമായ കിഡ്സിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്കിൽ ഫോർ പ്രോഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റാൻലി ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബിഷപ്പ് അംബ്രോസ് ജർമ്മൻ ഭാഷാ ക്ലാസ് നയിച്ചു. ഫാദർ ബിയോൺ തോമസ് കോണത്ത്, ഫാദർ എബ്നസർ കാട്ടിപ്പറമ്പിൽ, C അനറ്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. SSLC പരീക്ഷയിൽ കൊടകര പഞ്ചായത്തിലെ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളിലേക്ക് അഭിനന്ദനങ്ങളുമായി കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനവുമായി എത്തിയത്. 100% വിജയം കൊയ്യാൻ ശ്രമിച്ച അധ്യാപകനെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗം MM ഗോപാലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. SSLC പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 99.68% വിജയം. ഉപരിപഠനത്തിന് 35,448 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരികുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.